ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം ആയുധങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിന് പ്രധാന കാരണമായത് പ്രതിരോധ ഗവേഷണ വികസന രംഗത്ത് നടത്തിയ നിർണായകമായ മുന്നേറ്റങ്ങളാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും ശ്രദ്ധേയമായ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി 5 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം. ഈ മിസൈലിന്റെ വിജയം ഇന്ത്യയുടെ സൈനിക ശക്തിയെ ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയുടെയും ശക്തിയുടെയും പ്രതീകം 5000 കിലോമീറ്ററിൽ കൂടുതൽ ഭൂപരിധിയുള്ള അഗ്നി 5 ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ അധ്യായം കുറിക്കുകയാണ്. ഇന്ത്യയുടെ ദീർഘദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ പരമ്പരയിലെ 5ാമത്തെ മിസൈലാണിത്. ഇതിനു മുമ്പ് അഗ്നി 1, അഗ്നി 2, അഗ്നി 3, അഗ്നി 4 എന്നിവ വിജയകരമായി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അഗ്നി 5ന്റെ ചില പ്രധാന അഗ്നി 5ന്റെ സവിശേഷതകളും നിരവധിയാണ്. അഗ്നി 5നെ സവിശേഷമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിലെ MIRV സാങ്കേതിക വിദ്യയാണ്. ഒരു മിസൈൽ ഒന്നിലധികം ആണവ പോർമുനകൾ ഘടിപ്പിക്കാനും അവയെ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ മിസൈലിന് ഒരേ സമയം 3 അതിലധികമോ നഗരങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയും. ഇത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഔദ്യോഗികമായി 5000 കിലോമീറ്റർ ഭൂപരിധിയാണ് അഗ്നി 5ന് അവകാശപ്പെടാനുള്ളത്. എന്നാൽ ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് 8000 കിലോമീറ്ററിൽ കൂടുതൽ ഭൂപരിധി ഉണ്ടെന്നും ഇന്ത്യ മനഃപൂർവ്വം ഈ ശേഷി കുറച്ചു കാണിക്കുന്നതാണെന്നും പറയുന്നു. ഈ മിസൈലിന് ഏഷ്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിടാനും കഴിയും. പ്രത്യേകിച്ച് ചൈനയിലെ എല്ലാ പ്രധാന നഗരങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇതിന്റെ പരമാവധി വേഗത ഏകദേശം മാക് 24 ആണ്. ശബ്ദത്തിന്റെ വേഗതയുടെ 24 ഇരട്ടിയാണിത്. ഈ വേഗത കാരണം ശത്രുവിന് ഇതിനെ തടയുക എന്നതും ഏറെക്കുറെ അസാധ്യമാണ്. അഗ്നി 5 ഒരു സീൽഡ് കാനിസ്റ്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ വിക്ഷേപണത്തിനുള്ള സമയം കുറയ്ക്കുന്നു. കൂടാതെ മിസൈലിന്റെ ആയുസ് കൂട്ടുകയും കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത് മിസൈലിനെ റോഡ് മാർഗം എളുപ്പത്തിൽ കൊണ്ടുപോകാനും ഏത് സ്ഥലത്ത് നിന്ന് വിക്ഷേപിക്കാനും സഹായിക്കുന്നുണ്ട്. ആഗോള നയതന്ത്ര രംഗത്തും പ്രതിരോധത്തിലും അഗ്നി 5ന്റെ സ്ഥാനം അഗ്നി 5ന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ക്ലബിൽ ഇന്ത്യയും ചേർന്നു. ഈ പട്ടികയിൽ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ഇസ്രായേൽ, UK, ഉത്തര കൊറിയ എന്നിവയാണ് ഉള്ളത്. ഈ നേട്ടം ഇന്ത്യയുടെ ആഗോള പ്രതിരോധ നില വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ പരീക്ഷണം മേഖലയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് 8000 കിലോമീറ്ററിലധികം ഭൂപരിധിയിലുള്ള മിസൈലുകളുടെ വികസനം ആഗോളതലത്തിൽ ശക്തി പ്രകടനം നടത്താനുള്ള ഒരു ശ്രമമാണെന്നാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയുമായി ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ അഗ്നി 5നെ കൂടാതെ ഇന്ത്യക്ക് ശക്തമായൊരു മിസൈൽ ശേഖരമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഭൂപരിധി 300-500 കിലോമീറ്റർ. മറ്റൊന്നാണ് പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ഭൂപരിധി 350 കിലോമീറ്റർ. മറ്റൊന്നാണ് നിർഭയ് ഇന്ത്യയുടെ തദ്ദേശീയ ക്രൂയിസ് മിസൈൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലുകളും. ഈ മിസൈലുകളുടെ വലിയ ശേഖരം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കരുത്ത് നൽകുന്നു. പാകിസ്ഥാന്റെ മിസൈൽ ശേഖരം മധ്യദൂര മിസൈലുകൾ ഒതുങ്ങുമ്പോൾ ഇന്ത്യയുടെ ശേഖരം ദീർഘദൂര മിസൈലുകൾ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഇന്ത്യക്ക് ഒരു വലിയ തന്ത്രപരമായ മേൽക്കൈയും നൽകുന്നുണ്ട്. അഗ്നി 5ന്റെ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു നാഴികക്കല്ലാണ്. ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നു. ഒപ്പം മേഖലയിൽ ശക്തി സന്തുലിത അവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഒരു സുരക്ഷിത രാഷ്ട്രമായി ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഈ മിസൈലിന്റെ വിജയം സഹായിക്കും.